നമസ്കാരം. ഏറനാട് മണ്ഡലത്തിൽ നമുക്കറിയാം നിയമസഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അവസാന ഘട്ടത്തെ പ്രചരണത്തിലാണ് PK ബഷീർ സാഹിബിന്റെ വളരെ വലിയ തോതിലുള്ള ആവേശമാണ് അണികളുടെ ഇടയിലുമൊക്കെ ഉള്ളത്. നമുക്കറിയാം മണിക്കൂറുകൾ മാത്രമാണ് നമുക്കുള്ളത്. അരീക്കോടിനെ സംബന്ധിച്ചിടത്തോളം കൊട്ടിക്കലാശം എല്ലാ പാർട്ടികളും കൊട്ടിക്കലാശം ഒഴിവാക്കിയിരിക്കുകയാണ്. കൊട്ടിക്കലാശം വളരെ വൈകാരികമായിട്ടാണ് അത് ഒഴിവാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ആവേശത്തെ വളരെ വലിയ ആവേശമാണുള്ളത്. ഊർങ്ങാട്ടിരി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ സജീർ മേത്തയിലാണ് നമ്മോടൊപ്പം ചേർന്ന്. എങ്ങനെയുണ്ട് അവസാന ഘട്ടം എത്തി നിൽക്കുമ്പോൾ? നല്ല പ്രചരണമാണ്, നല്ല ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ തവണ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഈ ഏകദേശം 40,000 വോട്ടിക്കെങ്കിലും ഏറനാട് ജനത PK ബഷീർ സാഹിബിനെ എത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന്റെ വർക്കിലാണ് ഞങ്ങളൊക്കെ. ഓക്കെ, നമുക്കറിയാം വളരെ ആത്മവിശ്വാസത്തിലാണ് അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ. നമ്മോടൊപ്പം ചേരുന്നത് അരീക്കോട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ്, മുസ്ലിം ലീഗിന്റെയും UDF ഒക്കെ കരുത്തനായ നേതാവ് CT അബ്ദുറഹ്മാൻ സാഹിബാണ്. എങ്ങനെയാണ് ഈ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമെന്ന് തോന്നുന്നത്? അവസാന നിമിഷം PK ബഷീർ, എറണാകുളം പ്രിയങ്കരനായ സ്ഥാനാർത്ഥി PK ബഷീർ വളരെ ബഹുദൂരം മുന്നിലാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു എതിർ പ്രചരണം, ഒരു എതിർ പാർട്ടി മത്സരം ഉണ്ടെന്ന് പോലും തോന്നിക്കാത്ത വിധത്തിലുള്ള മുന്നേറ്റമാണ് UDF ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 15 വർഷമായി ഈ നിയോജക മണ്ഡലത്തിൽ PK ബഷീറിന്റെ നിറഞ്ഞ സാന്നിധ്യമാണ്. പറയപ്പെട്ട എല്ലാ വികസനങ്ങളും പൂർത്തിയാക്കുകയും നൽകിയ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കാനും ഒക്കെ സാധിച്ച നിറവിലാണ് ഈ പ്രാവശ്യവും PK ബഷീർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പറായി വന്ന്, പാർട്ടിയുടെ എറണാകുളം നിയോജകമണ്ഡലം പ്രസിഡന്റായി വന്ന്, നീണ്ട 15 വർഷക്കാലത്തെ MLA സ്ഥാനം, ഈ സ്ഥാനങ്ങളിലൊക്കെ ഇരുന്നുകൊണ്ട് മികവുറ്റ പ്രവർത്തനം നടത്തിയ PK ബഷീറിന് ഒരവസരം കൂടി നൽകാൻ പോവുകയാണ്. തീർച്ചയായും അദ്ദേഹം ഒരു മന്ത്രിയായി UDF വരണം കിട്ടുമെന്നും അദ്ദേഹം ഒരു മന്ത്രിയായി തിരിച്ചു വരുമെന്നും ഞങ്ങളേറെ പ്രതീക്ഷിക്കുകയാണ്. നമുക്കറിയാം വളരെ വലിയ ആവേശത്തിലാണ് അണികളും പ്രവർത്തകരും. നൂറുകണക്കിന് ആളുകളാണ് ഈ ഇന്നത്തെ റോഡ് ഷോയുമായി ബന്ധപ്പെട്ട് നമുക്ക് കേൾക്കാനുള്ളത്. നമുക്കറിയാം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ജിഷ, എത്രത്തോളം ഉണ്ട് ഇന്നത്തെ ഈ ഒരു ആവേശം കാണുമ്പോൾ PKBയുടെ നമ്മുടെ വിജയപ്രതീക്ഷ? നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെ, വൻ ഭൂരിപക്ഷത്തിൽ തന്നെ വിജയിക്കും. അതുപോലെ നമ്മുടെ നാടിന് വികസനത്തിന് നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്കറിയാം ഏറെ ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇലക്ഷന്റെ അവസാന ലാപ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. നമുക്കറിയാം മുഖ്യമന്ത്രിയെ പരസ്യമായിട്ട് രേവന്ത് റെഡ്ഡി വികസന ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കുകയും അതിന് മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ള മറുപടി ഡാഷ് മോനെ എന്നാണ്. അതിനെന്താണ് MLA പറയാനുള്ളത്? അതറിയല്ലേ, എന്തെങ്കിലും പറയാനുണ്ടോ? കേരളീയ സംസ്കാരം ഉണ്ടോ? കേരളത്തിന് ഒരു സംസ്കൃതം ഉണ്ട്, പൈതൃകമുണ്ട്. ഇയാളെ 10 കൊല്ലം പോയിട്ട് ജനങ്ങളെ വേണം പറയാൻ, നമ്മളെ പറഞ്ഞു. അതിനൊരു തിരിച്ചടി കൊടുക്കണം മറ്റന്നാൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ. ഈ തെരഞ്ഞെടുപ്പിന്റെ പരാജയം കണ്ടിട്ടാണോ ഇത്രയധികം മനോനില തെറ്റിക്കണല്ലോ മുഖ്യമന്ത്രി? അതുകൊണ്ടാണല്ലോ പരാജയം കണ്ടുകൊണ്ടാണ്. ഏകാധിപതികൾക്ക് അങ്ങനെയാണ്, അതാണ് സംഭവിച്ചത്. അബ്ദുൾ റഷീദ് അവസാന ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള 15,000 വോട്ടിന്റെ ഭൂരിപക്ഷമൊക്കെയാണ് അബ്ദുൾ റഷീദ് അവിടെ പറയുന്നത്. അതിലെന്തെങ്കിലും UDF വിജയം കാണുന്നുണ്ടോ? ധർമ്മടത്തിൽ നമ്മൾ വിജയം കാണുന്നുണ്ടല്ലോ. മുഖ്യമന്ത്രിക്ക് വെപ്രാളാണ്, പല റിപ്പോർട്ടുകളും കിട്ടിയിട്ടുണ്ടാവും, അതാണല്ലോ. മുഖ്യമന്ത്രി അടക്കം സമനില തെറ്റിയിരിക്കുന്നതാണ് എന്നാണ് PKBയുടെ അഭിപ്രായം. ഏറനാട് മണ്ഡലത്തിൽ വളരെയധികം ആവേശപൂർവ്വമാണ് ഈ ഒരു കൊട്ടിക്കലാശം നടത്തിയിട്ടുള്ളത് എന്ന് വേണം നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ. വാർത്തകൾ നേരത്തെ അറിയാൻ Facebook പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.